നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി തന്നെയാണ്. ഇതുവരെ 250-ലധികം റാലികൾ പൂർത്തിയാക്കിയ മോദിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനം ഉൾപ്പെടെ നടന്നത് വാരണാസി കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. മോദിയുടെ ഭൂരിപക്ഷം 7 ലക്ഷത്തിന് മുകളിൽ എത്തിക്കാൻ BJPയും അതിന് തടയിടാൻ വേണ്ടി കോൺഗ്രസിന്റെ അജയ് റായിയും വലിയ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് BJP ഇപ്പോൾ വാരണാസിയിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി മുതിർന്ന BJP നേതാക്കൾ അടങ്ങുന്ന ഒരു 50 അംഗ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ 80% മോദിക്ക് ലഭിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം കൂടി ഇവർക്ക് നൽകിയിരിക്കുന്നു. 10 ലക്ഷത്തിലധികം വോട്ടും 7 ലക്ഷത്തിന്റെ ഭൂരിപക്ഷവും എന്നതാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വാരണാസിയിൽ BJPയുടെ പ്രവർത്തകർ പ്രവർത്തിച്ചതും. 2014 3.71 ലക്ഷവും 2019 4.80 ലക്ഷവുമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. വാരണാസിയിൽ എന്തായാലും മോദിക്ക് 7 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടാക്കുക, അതിനോടൊപ്പം തന്നെ ആകെ വോട്ടുകളുടെ എണ്ണം 10 ലക്ഷത്തിന് മേളിലാക്കുക എന്നീ വലിയ ലക്ഷ്യങ്ങളാണ് BJP പ്രവർത്തകർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും കൃത്യമായ ചില ഇടപെടലുകൾ കൂടി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാരണാസിയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ദക്ഷിണേന്ത്യൻ വോട്ടർമാരെ BJP പ്രത്യേകമായി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി ആവട്ടെ മണ്ഡലത്തിലുള്ള 90,000-ലധികം കന്നി വോട്ടർമാർക്ക് വ്യക്തിപരമായ കത്ത് എഴുതുകയും ചെയ്തു, തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. ഇത്തരം വലിയ നീക്കങ്ങളായിരുന്നു വാരണാസിയിൽ BJP നേതൃത്വം നടത്തിയത്. എന്തായാലും ഈ ഭൂരിപക്ഷം അവർക്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യൻ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.